ഉക്രൈൻ റഷ്യ സംഘർഷം വീണ്ടും കടുക്കുന്നു. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിച്ചു. റഷ്യ നിരന്തരം ഡ്രോൺ ആക്രമണം നടത്തിയതായി ഉക്രൈനും ആരോപിക്കുന്നു. ഉക്രൈൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനിടെ ആയിരുന്നു ഈ ആക്രമണം. പടിഞ്ഞാറൻ കുർസ്കിലെ ആണവ നിലയത്തിൽ വൻ തീപിടുത്തമുണ്ടായി എന്നും ഉക്രൈൻ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ മേഖലയിൽ സംഘർഷം അവസാനിക്കുന്നില്ല. ഉക്രൈനും റഷ്യയും തമ്മിൽ അവർ ആക്രമണവും പരസ്പരം നടത്തുന്നു. പക്ഷേ പരസ്പരം ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ ഐസൺ ജോസ്. തീർച്ചയായും യുക്രൈനെതിരായ ആക്രമണം കടുപ്പിച്ചു റഷ്യ എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തിരിച്ചുമൊരു ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലൊരു ആക്രമണം യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ തുടരുകയാണ്. നിരവധി വിഷയങ്ങൾ കാലങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിനെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങണം എന്ന ഒരു നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആണവ നിലയങ്ങൾക്കെതിരെ ഒരു യുക്രൈന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ച കോസ്കിലെ ആ ആണവ നിലയത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില മേഖലകളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആണവ നിലയത്തിന് സമീപം വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയും ഡ്രോൺ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ പരസ്പരം ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുകയും സമാനമായ രീതിയിൽ മറ്റു രീതിയിലുള്ള ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് യുക്രൈന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള നിലപാടുകൾ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ നാറ്റോയും സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എത്ര കണ്ട് പ്രായോഗികമായി ഈ സമാധാന കരാറിന് ശേഷം നിലനിൽക്കുമെന്ന് തന്നെയാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ സമാധാന കരാറിലേക്ക് എത്താനുള്ള കാലതാമസത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് പല വിഷയങ്ങളും. നിലവിലെ സാഹചര്യത്തിൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം കുറയുന്നില്ല. ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.